ഇന്ന് നമുക്കൊന്ന് പഴത്തിനെ കുറിച്ച് പറയാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഈ പഴം കേട്ടോ വേറൊരു പഴമുണ്ട്. അപ്പൊ ആദ്യം ഈ പഴം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയ ഒരാളുണ്ട്, മൂപ്പരെ കാണിച്ചതാ. ഞാൻ ജസ്റ്റ് നിങ്ങൾ ലിങ്കിൽ ഇങ്ങനെ നോക്കിയപ്പോളെ അപ്പൊ അതിലൊരു അക്കൗണ്ട് ഉണ്ട്, വെച്ചാ അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട്. അതില് മൂപ്പര് നമുക്ക് എല്ലാവർക്കും കിട്ടണ മാതിരി ഒരു കോളേജ് പഠിക്കുന്ന സ്റ്റുഡന്റ്. അപ്പൊ മൂപ്പര് കിട്ടിയൊരു സ്റ്റഡി ലീവ് ഉണ്ട്. അപ്പൊ നമ്മളെ സ്റ്റഡി ലീവ് പല രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ ബോസ് എന്താക്കി വെച്ചാൽ അതൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിക്ക് ആ സ്റ്റഡി ലീവിന്റെ ടൈമിനെ യൂസ് ചെയ്തിട്ട് ഒരു പ്രൊജക്ട് ഉണ്ടാക്കി. അതാണ് ഈ പഴം CV റോസ്റ്റർ എന്ന് പറഞ്ഞ പ്രൊജക്ട്. ഇതില് ഒരു ഫണ്ണായിട്ടുള്ള പ്രൊജക്ട് ആണ്. അതിൽ ഞാൻ എന്റെ ജസ്റ്റ് ഒരു ടെസ്റ്റ് CV ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ട് നോക്കിയിട്ടുള്ള സംഭവമുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് പഴം CV. ഇതില് മൂപ്പരൻ എഴുതിയിട്ടുണ്ട് ജസ്റ്റ് രസത്തിനായിട്ട് മാത്രമാണ് വെയിറ്റ് ചെയ്തിരുന്നത്. ഇതിൽ പണിയൊന്നുമില്ല, ജസ്റ്റ് നമ്മളെ CV എടുക്കുക, ഇവിടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ട്രോൾ ഇടുക എന്നുള്ളൊരു ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പഴം പണി തുടങ്ങും. അത് ഇതിൽ പിന്നെ നമ്മളെ CVയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ സാധനങ്ങൾ അവിടെ കാണിച്ചു തരും. അപ്പൊ അത് ആ ഒരു സെൻസിൽ മാത്രം എടുക്കുക. അതിനൊരു ഫണ്ണായിട്ട് ഇവിടെ ഉള്ള ഫുൾ സാധനങ്ങൾ അവിടെ എഴുതി കാണിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാല് ആ ഒരു സാധനത്തിനെ മൂപ്പര് ബിൽഡ് ചെയ്തത് ഒരു സ്റ്റഡി ലീവ് കിട്ടിയപ്പോഴാണ് ഈ ഒരു സാധനത്തിനെ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അതിൽ 10,000-ലധികം യൂസേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോ മൂപ്പരെ ടൈമിനും സ്കില്ലിനും ഒന്ന് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തു ഒരു സാധനം ബിൽഡ് ചെയ്തു. അപ്പോ അത്ര തന്നെ. പഴം പുഴുങ്ങിയില്ലല്ലേ? നിങ്ങൾക്ക് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് CV നോക്കി ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ ബൈ.